അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസം ഓരോ നിമിഷങ്ങളും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. മുഹറം മാസത്തിലെ ഓരോ രാവും പകലും ഏറെ ബഹുമാന്യാണ്. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ ബഹുമാനിച്ച മാസം ഷഹറുല്ലാഹിൽ മുഹറം. മുത്തുനബി അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? അള്ളാഹുവിൻ്റെ മാസമായ മുഹറം, അള്ളാഹിൻ്റെ മാസം എന്ന് എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് കേവലം ആദ്യത്തെ 10 ദിവസം മാത്രമൊന്നുമല്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. മുഹറം ആദ്യത്തെ 10 ദിവസം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പിന്നെ അങ്ങ് മൈൻഡ് ചെയ്യേണ്ടതെന്നാണ്. അല്ലല്ല, ഈ മാസം മുഴുവൻ അള്ളാഹിൻ്റെ റഹ്മത്ത് മേടിക്കാൻ പടച്ചോനിലേക്ക് കൈ ഉയർത്തിക്കൊണ്ടേയിരിക്കണം. അള്ളാഹുവിലേക്ക് ഇങ്ങനെ നിരന്തരം കൈ ഉയർത്തണം. ചോദിക്കുന്നതെല്ലാം തരുന്നവൻ, അതായത് ചോദിക്കുന്നതെല്ലാം തരുന്നവൻ എന്ന് പറയുമ്പോൾ പല ആളുകൾക്കുള്ളൊരു സംശയമുണ്ട്. എൻ്റെ പൊന്നുസ്താദേ, ഞാൻ എന്തോരം ചോദിച്ചിട്ടും എൻ്റെ റബ്ബ് തന്നില്ലല്ലോ എന്നാണ്. അത് റബ്ബിനെ കുറിച്ച് മനസ്സിലാകാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ ചോദ്യം ഒന്നും വേസ്റ്റ് ആവൂല. ആദ്യം ആരാണ് റബ്ബ്? റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാണ്? റബ്ബ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല, എനിക്കെന്താണോ ഗുണം അത് മാത്രം തരുന്നവനാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്കിപ്പോൾ നമ്മുടെ ചെറിയ കുട്ടി നല്ല തൊണ്ടവേദനയൊക്കെ എടുത്ത് കുഞ്ഞിന് ടോൺസിലസ് വന്നിട്ടുണ്ട്, അല്ലേ? ടോൺസൈറ്റിസ് വന്നിട്ടുണ്ട്. കുഞ്ഞ് ആകെ പ്രയാസപ്പെടുകയാണ്. നല്ല തൊണ്ടവേദനയുണ്ട്, തൊണ്ടയിൽ ഇങ്ങനെ പഴുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുമ്മാനോട് പറയണം, ഉമ്മി എനിക്കൊരു ഐസ്ക്രീം വേണം. ഉമ്മ എന്താ പറയാ? ഐസ്ക്രീം എന്തിനാ പാടില്ല, ഇപ്പൊ തൊണ്ടവേദന ഉള്ളതാണ്, ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും, ലാസ്റ്റ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ടി വരും, ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഈ ഉമ്മിക്ക് എന്നോട് ഒരു സ്നേഹമില്ല, ഞാൻ ചോദിക്കണതൊന്നും വാങ്ങിത്തരൂല. ഇതാര് പറയാ? കുട്ടി പറയാം. ഈ കുട്ടിയുടെ അവസ്ഥയിലാണ് ശരിക്കും നമ്മളുള്ളത്. നമ്മുടെ അവസ്ഥ യഥാർത്ഥത്തിൽ എന്താണെന്ന് നമുക്കറിയില്ല. ആ കുഞ്ഞ് സത്യം മനസ്സിലാക്കണം എപ്പോഴായിരിക്കും? കുഞ്ഞ് വളർന്ന് വലുതായി കഴിയുമ്പോഴായിരിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ യാഥാർത്ഥ്യം, നമ്മുടെ അവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. നമുക്കിപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ ചോദിക്കുന്ന ഒരു സംഗതി പെട്ടെന്ന് തന്നാൽ, പടച്ചോനെ എൻ്റെ കച്ചവടത്തിൽ വിശാലത ചെയ്യണേ, എനിക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി തരണേ. അള്ളാഹു ആ സെക്കൻഡിൽ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി തന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന കുഴപ്പങ്ങൾ ആർക്കേ അറിയുള്ളൂ? അള്ളാഹ്ക്ക് അറിയുള്ളൂ, അല്ലേ? നമുക്കറിയാൻ പാടില്ല. ഇതെല്ലാം അറിയുന്ന റബ്ബ് നമ്മളോടുള്ള കാരുണ്യ നിമിത്തം അതൊന്നൊന്ന് ബാക്കിലേക്ക് വെക്കും. ചില ആളുകൾക്ക് പെട്ടെന്ന് കൊടുക്കും, അതൊരു പരീക്ഷണമാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാണ്? എനിക്ക് വേണ്ടത് തരുന്നവൻ. ചിലപ്പോൾ ഞാനൊന്ന് തട്ടി വീഴും. ആ സമയത്ത് എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ് ആ വീഴ്ച. ഞാൻ വീഴണത് കൊണ്ട് എൻ്റെ സ്ഥാനം ഉയരണം, ആഖിറത്തിൽ എനിക്ക് സ്ഥാനം കിട്ടണം. അപ്പൊ ആ വീഴുന്ന സമയത്തും എനിക്കിത് ഗുണാണെന്ന് മനസ്സിലാക്കിയിട്ട് അൽഹംദുലില്ലാ പറയണം. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് വമ്പൻ സംഭവമല്ലേ? മനസ്സറിഞ്ഞിട്ട്. ഇപ്പൊ ചില ആളുകൾ കടക്കണിയിൽ പെട്ടിരിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ കല്യാണം മുടങ്ങിപ്പോയതുണ്ടാവും, ചിലപ്പോൾ തൊലാക്ക് കൊല്ലപ്പെട്ടവരുണ്ടാവും, ചിലപ്പോൾ അബോഷൻ സംഭവിച്ചവരുണ്ടാവും. അബോഷനും ഹൈറാണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എനിക്ക് അമലൊന്നും ഉണ്ടാവില്ല. എന്നാൽ ആ കുഞ്ഞിനെ അള്ളാഹുവിടെ കൊണ്ടുവരും, ഈ അബോഷന് പകരമായി സ്വർഗം തരാൻ. ഇതാ ഈ കുഞ്ഞു മുമ്പിലുണ്ടാവും. അപ്പൊ അള്ളാഹിന്റെ പ്ലാൻ എന്താണെന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ റബ്ബാണ്. അവൻ എനിക്ക് ഗുണമായതേ തരുള്ളൂ. അവൻ എനിക്ക് അപകടം തന്നാലും ഗുണം, അവൻ എനിക്ക് ഐശ്വര്യം തന്നാലും ഗുണം, രോഗം തന്നാലും ഗുണം, ആരോഗ്യം തന്നാലും ഗുണം. ഇത് മനസ്സിലായ ലൈഫ് സെറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് പ്രയാസത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിലും ഒരു ചിരി മുഖത്ത് വിടരട്ടെ. എന്നിട്ട് ഒരു 11 തവണ അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ പതിവാക്കുക. നമ്മൾ രാവിലെ 6 മണിക്ക് നടത്തുന്ന സ്വഭാവ ലഹറിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് ഹംദ് പഠിപ്പിക്കുക, അള്ളാഹിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ആ ബോധ്യത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ഇന്നത്തെ മജ്ലിസിന്റെ ലക്ഷ്യം തന്നെ അള്ളാഹിനോട് കാരുണ്യം ചോദിക്കുക എന്നുള്ളതാണ്. അവന് കരുണക്കടലല്ലേ, ഇല്ലേ? ബിസ്മില്ലാഹിൽ അസീസിൽ ഗഫാർ എന്നൊക്കെ പടച്ചവന് വേണമെങ്കിൽ അവന്റെ പേരിന് ഭയങ്കര ഗാംഭീര്യമുള്ളത് ചേർത്ത് വെക്കായിരുന്നു ബിസ്മില്ലയുടെ കൂടെ. പക്ഷെ അള്ളാഹ് വെച്ചത് എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനിർ റഹീം, റഹ്മാനുർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹ് ബിസ്മില്ലാഹിയോട് ചേർത്ത് വെക്കുമ്പോൾ റഹ്മാനിർ റഹീം. ഉണ്ടോ? റഹ്മാനും റഹീം. ഇത് പടച്ചോന് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നേ.
ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന മനോഹരമായ ഒരു ഇസ്മുണ്ട്. മനസ്സറിഞ്ഞൊരു 33 തവണ നമ്മുടെ എന്ത് പ്രയാസവും അള്ളാഹ് നീക്കി തരും. ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ, ഏത് പരീക്ഷണത്തിൽ നിൽക്കുമ്പോഴും അള്ളാഹ് നമ്മളങ്ങ് താങ്ങാൻ പറ്റണില്ല. പടച്ചോനെ, നിനക്കറിയാലോ അള്ളാഹ്, എന്നെ കുറിച്ച് എനിക്കറിയുന്നതിനേക്കാൾ ഏറെ അറിയുന്നവൻ ആരാണ്? എൻ്റെ റബ്ബാണ്. എൻ്റെ ഉമ്മയേക്കാൾ ബാപ്പയേക്കാൾ എന്നെക്കാൾ എന്നെ മനസ്സിലാക്കിയവൻ എൻ്റെ റബ്ബാണ്. ആ റബ്ബിന്റെ കാരുണ്യം ഉറപ്പാണ് മനസ്സറിഞ്ഞ്. യാ അർഹമർ റഹീമീൻ, 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 يا أرحم الراحمين، 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 يا أرحم الراحمين. റഹ്മാനായ റഹീമായ അല്ലാഹ്, നീ ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണേ തമ്പുരാനെ. നിന്റെ കാരുണ്യം നീ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. ആ കാരുണ്യം അള്ളാഹിനോട് മേടിച്ചെടുത്തവരാണ് അള്ളാഹിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കളൊക്കെ അല്ലേ. പ്രത്യേകിച്ച് മുഹറം മാസം എന്ന് പറഞ്ഞാൽ അതിനുള്ളതാണ്. നിരന്തരം അള്ളാഹിനോട് കൈ ഉയർത്തിയിട്ട് അവന്റെ കാരുണ്യം മേടിച്ചെടുക്കണം. അതിനു പറ്റിയ അധികാറുകൾ കണ്ടെത്തണം. അതല്ലേ രക്ഷയുടെ ഏറ്റവും വലിയ ദിക്ർ എന്ന് പറയുന്നത്. മനസ്സറിഞ്ഞ് കുറച്ച് ചൊല്ലിക്ക്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من
من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين യാ റബ്ബന ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമാണ് അല്ലാ നിന്റെ കാരുണ്യം ഞങ്ങളിൽ ചരണേ അല്ലാ ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ മക്കൾ സ്വാലിഹീങ്ങളാകണം പ്രത്യേകിച്ച് ഗർഭിണികളും അല്ലാത്തവരൊക്കെ മനോഹരമായിട്ട് ഗർഭിണികളും അതുപോലെ തന്നെ മക്കളുള്ളവരും എല്ലാവരും ധാരാളം ചൊല്ലേണ്ട അതുപോലെ തന്നെ മക്കളില്ലാത്തവരൊക്കെ വർദ്ധിപ്പിക്കേണ്ട ഒരു പ്രാർത്ഥന ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ തരണേ അമ്പിയാക്കൾ ദ്വാരുന്ന പ്രാർത്ഥനയാണ് മനസ്സറിഞ്ഞ് ചൊല്ലിക്കെ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ ربي هب لي من الصالحين 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 യാ റബ്ബന ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ പടച്ചവനെ ഉള്ള സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ എല്ലാ സദസ്സും സ്വീകരിക്കപ്പെടാൻ മുത്ത് ഹബീബിന്റെ പരിശുദ്ധമായ മദ്ഹ് അല്ലേ അതൊരു പ്രണയത്തോടെ റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടോ ആ പ്രണയം നിറഞ്ഞ കൽബോടുകൂടെ ആ ഒരു ബൈത്ത് ഇങ്ങനെ ചൊല്ലുമ്പോൾ വല്ലാത്തൊരു ആനന്ദമാണ് മുത്ത് ഹബീബിന്റെ തിരുനോട്ടത്തിന് കാരണമാണ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ
حبيبالله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن أمة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي نجنا واكشف جميع أذية وصرف مكائد العدا والتوف بأهل البدر يا الله إلهي نافس الكربا عن العاصين والعطبا وكل بلية ووبا بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്പമാണെങ്കിലും റസൂലുള്ളാഹിന്റെ മദ്ഹ് അതെല്ലായിടത്തും വേണം. അതുണ്ടെങ്കിൽ ആ സദസ്സ് സ്വീകരിക്കപ്പെടാൻ സാധ്യതയേറെയാണ്. അള്ളാഹു ഉറപ്പായി സ്വീകരിക്കുന്നത് മുത്ത് ഹബീബിന്റെ സ്വലാത്തല്ലേ, തടസ്സങ്ങളില്ലാതെ അള്ളാഹുവിലേക്ക് ഉയർന്നു പോണത് അല്ലേ. അസ്ഹാബുൽ ബദരീങ്ങളുടെ ബർക്കത്തുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എല്ലാ ബലാവും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാലമൈ കാക്കണം യാ റബ്ബനാ. ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ശബ്ദമൊക്കെ നിങ്ങളുടെയൊക്കെ ദുആ കൊണ്ട് കുറച്ചാടി ഇങ്ങനെ ശരിയായി വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അസുഖങ്ങളൊക്കെ ശിഫയാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പലരും നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കട്ടെ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കട്ടെ മനസ്സറിഞ്ഞ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ കരുണക്കടലായ അല്ലാഹ്, ഈ സദസ്സ് സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന്റെ മിസ്ൽ സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മദദ് നൽകണേ അല്ലാഹ്, നുസ്റ നൽകണേ അല്ലാഹ്, നദറ നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് നിന്റെ കാരുണ്യത്തിന് വേണ്ടിയാണ് അല്ലാഹ്. യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. ഞങ്ങളിൽ പലരുടെയും ഖൽബുകൾ വിങ്ങുകയാണ് അല്ലാഹ്. ഖൽബിലെ സങ്കടങ്ങൾ നീക്കണേ അല്ലാഹ്, ഇണകളെ നന്നാക്കണേ അല്ലാഹ്, സന്താനങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കണേ അല്ലാഹ്. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഉസ്താദേ, ടെൻഷനാണെന്ന് പറഞ്ഞവരുണ്ട്. എല്ലാ ടെൻഷനുകളും നീ അകറ്റണേ അല്ലാഹ്. യാ റബ്ബനാ യാ റബ്ബനാ, നീയല്ലാതെ ഞങ്ങൾക്കൊരു തുണയില്ല അല്ലാഹ്. നിന്റെ ഹബീബല്ലാതെ ഞങ്ങൾക്കൊരു വസീലയില്ല അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പലരും അസുഖബാധിതരാണ് അല്ലാഹ്. നീ പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്.
മാരക രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ക്യാൻസർ, ട്യൂമർ നൽകല്ലേ അല്ലാ. പടച്ചവനെ, പ്രഷർ കൊണ്ട്, ഷുഗർ കൊണ്ട്, മറ്റു പല പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പലവിധ വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും നീ പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് ശോഭനമായ ഭാവി നൽകണേ അല്ലാ. വളർന്ന് വലുതാകുമ്പോ മാതാപിതാക്കളെ പുറങ്കാലുകൊണ്ട് തട്ടുന്ന മക്കളാക്കല്ലേ അല്ലാ. യാ റബ്ബന, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബങ്ങൾ സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഹൈറായ ഹലാലായ വരുമാനം നൽകണേ അല്ലാ. യാ റബ്ബന, യാ റബ്ബന, നീ അല്ലാതൊരു തുണയില്ല അല്ലാ. പടച്ചവനെ, ജയിലിലകപ്പെട്ടവരുണ്ട്, മോചനം നൽകണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് പ്രവാസികളുണ്ട്, എല്ലാവിധ ബറക്കത്തുകളും നീ നൽകണേ അല്ലാ. പലരും ഹോസ്പിറ്റലുകളിലാണ്, പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാ. നിർമ്മാണത്തിലിരിക്കുന്നത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണേ അല്ലാ. യാ റബ്ബന, ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. എന്തെല്ലാം വിഷമതകൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടോ നീ അതെല്ലാം ഏറ്റെടുക്കണേ അല്ലാ. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. ദാരിദ്ര്യത്തിൽ നിന്ന് കാവലേകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ പലരും ഖബറിലാണ്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറാ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.